ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ഭീകരവാദത്തിനെതിരെ ഈ ലോകത്ത് സകല നാടുകളിലും അവിടെയുള്ള ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച ഇപ്പൊ നമ്മൾ കണ്ടുവരികയാണ്. ഇപ്പൊ ഇറാനിൽ അതൊക്കെ നേരത്തെ നടന്നതാണ്, നമുക്കറിയാലോ. ഇറാൻ എന്ന് പറഞ്ഞാൽ 1975 മുതൽ സ്ത്രീകൾക്ക് വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു നാടായിരുന്നു. ആ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ നിന്ന് ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി. ഇസ്ലാമിക റിപ്പബ്ലിക് ആയ ശേഷം ഇറാനിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ സ്ത്രീകൾ വളരെയധികം ദുരിതം അനുഭവിക്കുന്നു. സ്ത്രീകൾ അവിടെ തെരുവിലിറങ്ങുന്നു, വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ കശ്മീരിൽ പോലും ഈ ഭീകരവാദികൾക്കെതിരെ അവിടെയുള്ള ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ ഒരു പ്രക്ഷോഭം അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങി നടത്തുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഫലസ്തീനിൽ ഹമാസിനെതിരെ അവിടെയുള്ള ജനങ്ങൾ തെരുവിലിറങ്ങി ഹമാസിനെതിരെ പ്രതിഷേധം നടത്തുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എനിക്ക് ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യവും ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ഈ ജനങ്ങൾ തെരുവിലിറങ്ങുന്നു എന്ന് പറയുമ്പോൾ, അതായത് ഹമാസിനെതിരെ അവിടെയുള്ള ജനങ്ങൾ തെരുവിലിറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതെനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവരെ എല്ലാവരെയും എന്തായാലും ഗാസ നഷ്ടപ്പെടും. ഇവരെല്ലാവരും അവിടെ വിട്ട് പോകേണ്ടി വരും. വേറൊരു സ്ഥലത്തേക്ക് ഇവരെ മാറ്റുന്നു എന്നുള്ള ഒരു ബോധ്യം വന്നപ്പോൾ ഒന്ന് ട്രാക്ക് മാറ്റി പിടിക്കാൻ ഇവര് നടത്തിയ ഒരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഞാനിത് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോ ഈ ഇസ്ലാമിക ഭീകരവാദം അതിന്റെ ഒരു എന്താ പറയുക, ഒരു നാശത്തിന്റെ ഒരു വക്കിലാണ് നിൽക്കുന്നത്. ഇപ്പോ നെതന്യാഹു ഉണ്ട്, ട്രംപ് ഉണ്ട്, ഇപ്പുറത്ത് ശക്തനായിട്ട് നരേന്ദ്രമോദി ഉണ്ട്. ഷീ ജിൻപിങ്ങിന്റെ കാര്യം പിന്നെ പറയണ്ട. അടി എന്ന് പറഞ്ഞാൽ അടിയോടടിയാണ് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട്. ഇപ്പോ അങ്ങനെ യൂറോപ്പിലേക്ക് ഇവര് പടർന്നു പിടിക്കുകയാണ്. പിന്നെ GCC രാജ്യങ്ങൾ അറിയാലോ, അവര് ഫണ്ട് ചെയ്യും, പക്ഷെ അവരവരുടെ രാജ്യത്തോട്ട് അവന്മാരെയൊന്നും അടുപ്പിക്കത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒന്ന് ഉൾവലിഞ്ഞു നിൽക്കാം എന്നുള്ള ഒരു ലൈൻ ഇവരൊക്കെ എടുത്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഹമാസിനെതിരെ ഫലസ്തീനിലെ ജനങ്ങൾ തെരുവിലിറങ്ങുക എന്ന് പറയുന്നത് ഇവിടെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇവിടെയുള്ള എന്താണ് ഈ അവരെ ഒന്ന് ഫലസ്തീൻ ഈ കണ്ടില്ലേ നിങ്ങൾ, അവിടെയുള്ള ആൾക്കാർ തെരുവിലിറങ്ങുന്നു, മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ വേണമെങ്കിൽ നമ്മുടെയൊക്കെ കണ്ണിൽ പൊടിയിടാനായിട്ട് വേണമെങ്കിൽ ഒന്ന് പറയാം. വേണ്ട, ഇതാണ് മറ്റേ സംഭവം, മറിച്ച സംഭവം, മറ്റേ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന അതാണ്, മറ്റേ ഇതിനെ വെളുപ്പിക്കുകയും ചെയ്യാമല്ലോ. ഒരു സൈഡിൽ കൂടെ ഇതിനെ വെളുപ്പിക്കുക, അവിടെയുള്ള ജനങ്ങൾ ഇതാണ്. ആക്ച്വലി ഈ ഫലസ്തീൻ ജനതയാണല്ലോ ഹമാസായി മാറുന്നത്. അവർക്കാണല്ലോ ഇതിന്റെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവരെ ഒന്ന് ട്രാക്ക് മാറ്റിപ്പിടി. അത് ട്രംപിനോടുള്ള ഒരു ഭയമുണ്ട്, പിന്നെ ഇസ്രായേലിനോട് അവർക്ക് തീർത്തും ഭയമുണ്ട്, പിന്നെ ആ നാട് അവർക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യമുണ്ട്. ഇത് പറയാനുള്ള വേറൊരു കാരണം, ഈ ഇവരുടെ തന്നെ മതപുസ്തകത്തിൽ പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് തങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ഉൾവലിയണം എന്ന് ഈ പുസ്തകത്തിൽ ഒരു പറയുന്നുണ്ട്. പോരാത്തതിന് എന്താണ്, തങ്ങൾ അധികാരം പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഭൂരിപക്ഷമാകുന്നത് വരെ ഇരവാദം മുഴക്കണം, അങ്ങനെയുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും ഇവര് തന്നെ ഇവരുടെ നേതാക്കളിലൂടെ അവലംബിക്കുന്നുണ്ട് എന്നുള്ള പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആത്മാർത്ഥമായിട്ടാണോ? അതിലോട്ടാണ് ഞാൻ വരുന്നത്. ആ ഒരു പോയിന്റിലോട്ടാണ് വരുന്നത്. ആത്മാർത്ഥതയുണ്ടോ ഇതിൽ? ഇവർ ഈ ഹമാസിനെതിരെ തെരുവിലിറങ്ങുന്നു എന്ന് പറയുമ്പോഴും ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം കശ്മീരിൽ അവിടെയുള്ള സാധാരണ ജനങ്ങളാണ്, പാവപ്പെട്ടവരാണ്. അവന്മാരെല്ലാം തോക്കിൻ മുനയിൽ നിർത്തിയിട്ടാണ്. കാരണം ഇന്ത്യൻ പട്ടാളക്കാർ പോകുമ്പോൾ കാണുന്ന സംഭവമാണ്. എല്ലാവരെയും തോക്കിൻ മുനയിൽ നിർത്തി അവിടെയുള്ള കശ്മീരി മുസ്ലിംസിനെ തന്നെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് അവിടെയുള്ളവർക്ക് പുറത്തിറങ്ങുമ്പോൾ അവരുടെ മാനം കവർന്നു. ഇപ്പൊ നമ്മുടെ വഖഫ് നിയമം നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ അതിൽ ദുരിതം അനുഭവിക്കുന്ന മുസ്ലിംസ് ആണ്. നമ്മുടെ മുത്തലാഖ് നിയമം നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഷബാനു കേസൊക്കെ നമുക്കറിയാലോ. അപ്പൊ അങ്ങനെ അവരൊരു സ്വാഭാവികമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള അപ്പൊ അതിന്റെ ഒരു സിൻസിയാരിറ്റി നമുക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ദിസ് പ്ലേസ്, അതായത് ഈ ഫലസ്തീൻ, ഈ ഹമാസ്, ഇപ്പൊ മോഹൻലാല് പറയുന്നുണ്ടല്ലോ, ഗോവ ഫാർമസ്യൂട്ടിക്കൽസ്, ഡ്രഗ്സ് എന്ന് പറയുന്നത് പോലെ ഈ ഫലസ്തീൻ, ഇസ്രായേൽ തെരുവിലിറങ്ങുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം നോക്കുമ്പോൾ അതിൽ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നു. എന്റെ ആ തോന്നൽ വെറും തോന്നൽ മാത്രമാണോ, എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഇതിൽ കാണുന്നുണ്ടോ ചോദിച്ചട്ടെ? ഇതിനകത്ത് ഈ പൊതുവിൽ നമ്മൾ പറയുമ്പോഴത്തേനും ഈ എല്ലാവരും തീവ്രവാദികളല്ല. ഇപ്പം
മുസ്ലിം ഉം. വിഭാഗം എന്ന് പറയുമ്പോൾ എല്ലാവരും തീവ്രവാദികളല്ല. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കണം, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും ഇസ്ലാം ആയാലും ഒക്കെ ആഗ്രഹിക്കുന്നത് ശാന്തമായി സമാധാനത്തോടെ ജീവിക്കണമെന്ന്, താനിക്കും തന്റെ അല്ല, കുടുംബവും അവിടെ നല്ല എനിക്കൊരു വിയോജിപ്പുണ്ട് കേട്ടോ. ഞാനത് പലപ്പോഴും പല സ്ഥലങ്ങളിലും പറയണമെന്ന് വിചാരിച്ചതാ. ഈ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറഞ്ഞ തീവ്രവാദം ലോകത്തിൽ യാഥാർത്ഥ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഈ ഇസ്ലാമിക തീവ്രവാദം വരുമ്പോൾ അതുമായിട്ട് കൂട്ടിക്കെട്ടാനായിട്ട് എല്ലാ മതങ്ങളിലും തീവ്രവാദികളില്ല. എന്തിനാണ് ഈ എല്ലാ മതങ്ങളെയും ഇതിനകത്ത് കൊണ്ടുവരുന്നത്? ഈ എല്ലാ മതങ്ങളെയും കൊണ്ടുവരുന്ന ലോജിക്ക് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഞാൻ പണ്ട് ഒരു കുറുക്കന്റെ കഥ വായിച്ചിട്ടുണ്ട്. അതായത് വാല് മുറിഞ്ഞ കുറുക്കൻ എല്ലാ കുറുക്കന്മാരുടെയും വാല് മുറിക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ തീവ്രവാദം എന്നുള്ളൊരു സംഭവം അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഇസ്ലാമിക തീവ്രവാദം ഇതാണ് ഞാൻ കേട്ടത്. അവര് പറയുന്നത് ജൂതന്മാരാണ് നടത്തുന്നത്. നാളിതുവരെ അതിനൊരു തെളിവും കിട്ടിയിട്ടില്ല. ഈ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇവര് ഹിന്ദു തീവ്രവാദം, ക്രിസ്ത്യൻ തീവ്രവാദം, എവിടെയാണ് ഹിന്ദു തീവ്രവാദം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഹിന്ദു തീവ്രവാദം, ക്രിസ്ത്യൻ. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങളിപ്പോ സിറിയയിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നിസ്കരിക്കാൻ പോകണമെങ്കിൽ എപ്പോൾ പള്ളി പൊട്ടിത്തെറിക്കുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ എത്ര വാർത്ത കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഇപ്പൊ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുക, റമദാനിൽ പൊട്ടിത്തെറിക്കുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്ത്രീകൾക്കൊന്ന് പുഞ്ചിരിക്കാനുള്ള അവകാശമില്ല. ഇതൊക്കെ പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ ചാട്ടവാറിനടിയാണ്. ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങണമെങ്കിൽ പുരുഷൻ വേണം. ആ പുരുഷന് എത്ര സ്ത്രീകളെ വേണോ വിവാഹം കഴിക്കാം, അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. സ്ത്രീകൾ ഇതൊക്കെ സഹിച്ച് ജീവിച്ചു വേണം. നിങ്ങളുടെ വീട്ടിൽ ഒരു ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾ ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 11 വയസ്സാകുമ്പോൾ അവളെ വിവാഹം കഴിച്ചു വിടുകയാണ്. ഇപ്പോഴും ഇതേ അട്രോസിറ്റീസ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ നാദിയ മുറാദിന്റെ കഥയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര പുരുഷന്മാരെയാണ് അവർ സഹിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ ലൈംഗികമായി അവരെ ഉപയോഗിക്കാനായിട്ട് വരുന്നത് എന്നുള്ളതൊക്കെ അപ്പം ഇതാണ് തീവ്രവാദത്തിന്റെ യഥാർത്ഥത്തിലുള്ള മുഖം. ഇവിടെ വരുമ്പോൾ ഇവർ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഹിന്ദു തീവ്രവാദം, ക്രിസ്ത്യൻ തീവ്രവാദം എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അതായത് ഇത് ബാലൻസ് ചെയ്യും. ഇപ്പൊ ചേട്ടൻ പണ്ടൊരു ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്, RSS = ISIS എന്ന്. RSS = ISIS എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് കേൾക്കുന്ന ആൾക്കാർ എന്താ വിചാരിക്കുന്നത്? ഒന്നെങ്കിൽ RSSനെക്കാട്ടിലും മികച്ച ഒരു സംഘടനയാണ് ISIS, അല്ലെങ്കിൽ ISISോളം വൃത്തികെട്ടൊരു തീവ്രവാദ ഗ്രൂപ്പാണ് RSS. ഇങ്ങനെയല്ലേ വിചാരിക്കൂ ആൾക്കാർ. ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയുടെ കൂടെ ISനെ കൊണ്ടുപോയി അവർ കെട്ടുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ISന് നേട്ടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഇതിനോട് തീരെ യോജിപ്പില്ല. ഇപ്പോ എല്ലാവരും പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഈ തീവ്രവാദം എല്ലാത്തിലും ഉണ്ട്, അത് ഒരിക്കലും ഞാൻ അംഗീകരിച്ചില്ല. എനിക്ക് ഇതിനോട് ഒരു യോജിപ്പില്ല ബേസിക്കലി. എല്ലാത്തിലും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാ മതത്തിലുമുള്ള മനുഷ്യരുടെ ഒരു കോമൺ നേച്ചർ ഉണ്ട്. അതായത് സ്വാഭാവികം, എല്ലാ മനുഷ്യരും, മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും സിഖ് ആയാലും, അവർക്ക് ശാന്തമായി ജീവിക്കണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. എന്റെ കുടുംബവും എന്റെ കുട്ടികളുമായി അവരുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പഠിപ്പിക്കുക, ശാന്തമായി സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് ബഹുഭൂരിപക്ഷം മനുഷ്യരും ആഗ്രഹിക്കുന്നത്. മനുഷ്യരുടെ കാര്യമാണ്, മതങ്ങളുടെ അല്ല ഞാൻ പറഞ്ഞു. അതിലൊരു ചെറിയ വിഭാഗം, ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്ന ഈ ചെറിയ വിഭാഗം ഒരു മതരാഷ്ട്രം സ്ഥാപിച്ചുകൊണ്ട് ആ മതത്തിന്റെ നിയമത്തിനനുസരിച്ച് ലോകം സൃഷ്ടിക്കുക, അതായത് ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക നിയമത്തിന് കീഴിലേക്ക് വരിക എന്നുള്ളതാണ്. ഇസ്ലാമിക നിയമം എന്താന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അത് ശരിക്കും അറിയാവുന്നത് ആ ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിക്കുന്നത്. അവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് നമുക്കറിയാം. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം. അവിടെ മൊത്തത്തിൽ അവിടെ ഒരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലൊക്കെ രാജ്യം. സിറിയ, ഇറാഖ്, യമൻ, അങ്ങനെ ഇവർ വന്നിടത്തെല്ലാം നിഷ്ഠൂരം. അതായത് എന്താണോ ഇവർ മുൻപോട്ട് വെച്ച ആശയം, ഇവർ മുൻപോട്ട് വെക്കുന്ന ആശയം എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ഒരു സ്വർഗീയമായ ജീവിതം ഓഫർ ചെയ്തിട്ട് ഇവർ വരുമ്പോൾ നരകത്തിലേക്കാണ് ഈ ആളുകളെ ഇവർ തള്ളിവിടുന്നത്. നേരത്തെ ധനുഷ് പറഞ്ഞത് കണക്ക് പെൺകുട്ടികളെ പീഡിപ്പിക്കുക, ലൈംഗികപരമായ അരാജകത്വം, അതുപോലെ തന്നെ സാമ്പത്തിക കൊലപാതകം, കൊള്ളിവെപ്പ്, അങ്ങനെ ജനത്തിന്റെ സ്വൈര്യ ജീവിതം തകർത്തുകൊണ്ടാണ് ഈ തീവ്രവാദം നടക്കുന്നത്. ഇതിനെതിരെ ഒരു വലിയ അമർഷം ആ സമൂഹത്തിനിടയിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതാരും മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ കുടുംബവുമായി സന്തോഷത്തോടെ കഴിയാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഏത് മതവിശ്വാസിയായാലും അത് തകർക്കുന്ന തരത്തിലേക്ക് മറ്റൊരു പ്രവർത്തനം വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വീടിന്റെ അടുത്ത് ബോംബ് പൊട്ടിയാലും നാളെ അത് എന്റെ വീട്ടിൽ പൊട്ടുമെന്നൊരു ചിന്താഗതി ഒരു വലിയ സംഭവമുണ്ട്. അത് ഈ അഫ്ഗാനിസ്ഥാൻ പോലുള്ള ഒരു സ്ഥലത്ത് അതൊരു പ്രത്യക്ഷ രൂപത്തിലേക്ക് പ്രതിഷേധമായി വന്നു. പക്ഷെ ഇറാനിൽ ഈ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ കടുത്ത മതനിയമങ്ങളിലേക്ക് മുൻപോട്ട് വന്നത് പൊട്ടിച്ചെറിയുവാനുള്ള ഒരു വലിയ പ്രവണത കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇറാനിൽ നമ്മൾ കാണുന്നുണ്ട്.
ഹിജാബിനെതിരെ വലിയ പ്രതിഷേധം അവിടുത്തെ പെൺകുട്ടികൾ. അവിടെ ഒരു പെൺകുട്ടി ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്റെ വസ്ത്രമെല്ലാം ഉരിഞ്ഞ് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറും നമ്മൾ കണ്ടു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഈ എന്താ പറയുക, ഈ ഇതുകണക്കുള്ള തീവ്രവാദികളുടെ ആശയങ്ങളുമായി മുമ്പോട്ട് പോകാൻ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ തയ്യാറല്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഇനി മറ്റൊന്ന് നമ്മൾ നോക്കേണ്ടത് കാശ്മീരിൽ മുൻപത്തെ അവസ്ഥയല്ല ഇന്ന് അവിടെ ഭീകരവാദത്തിന്റെ ഒരു ചെറിയ ഒരു ലാഞ്ചന കണ്ടാൽ പോലും അതിനെതിരെ രംഗത്ത് വരുന്ന ജനം. കാരണം എല്ലാവരും ഒരു സമാധാനം ആഗ്രഹിക്കും, സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കും. പാലസ്തീനിൽ അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയം അത്, പക്ഷെ ഒരു വിഷയം ധനുഷ് പറഞ്ഞതിനോട് എനിക്ക് കുറച്ച് യോജിക്കേണ്ടി വരും. കാരണം അവരവിടെ പറഞ്ഞത് ഈ വെടിനിർത്തൽ കരാറിൽ ഹമാസ് ലംഘിക്കുന്നു, അവിടെ പ്രതിഷേധത്തിന് ഇറങ്ങിയവർ പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് അവർ പറഞ്ഞു ഈ വടക്കൻ ഗസയിൽ കുറഞ്ഞ പക്ഷം വെടിനിർത്തും. ഈ വടക്കൻ ഗസ ഏതാണെന്ന് ധനുഷിന് മനസ്സിലായോ? നമ്മുടെ ഇസ്രയേൽ മോചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രദേശമാണ് വടക്കൻ ഗസ. അത് കിട്ടിക്കഴിഞ്ഞ് ഇസ്രയേൽ അവിടുത്തെ പണി നിർത്തും. വടക്കൻ ഗസയെങ്കിലും അവർക്ക് വേണം. ട്രംപിനും ഹാപ്പിയാണ്, ആ റൂട്ട് അതുവഴി മാറ്റി വിടാൻ പറ്റും. അപ്പൊ ഈ വടക്കൻ ഗസയെ കുറിച്ചാണ് ഈ പ്രതിഷേധക്കാർ പറഞ്ഞൊരു കാര്യം. അതാണ് വടക്കൻ ഗസയിൽ ഈ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുടെ മുഴുവൻ വടക്കൻ ഗസയിലാണല്ലോ ഇപ്പൊ മുഴുവൻ അടിയടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ ഹമാസാണ്. അതായത് ഈ തീവ്രവാദികളെ കൊണ്ട് ആ സമൂഹം പൊറുതിമുട്ടി. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത വരുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. അവിടെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും മുഹമ്മദ് യൂനുസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അധികാരത്തിൽ ഏറിയ ആ സർക്കാരിനെതിരെ അവിടെ വലിയ രീതിയിൽ തന്നെ യുവാക്കളും വിദ്യാർത്ഥികളും തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞ ഈ അരാജകത്വത്തിൽ നിന്ന് ഞങ്ങൾക്ക് മടുത്തു, ഈ അരാജകത്വം ഞങ്ങൾക്ക് വേണ്ടാണ്. നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് വെള്ളവും വളവും കൊടുത്ത് കടുത്ത മതനിയമങ്ങളും അടിച്ചേൽപ്പിച്ച് മുൻപോട്ട് പോയ രാജ്യമാണ്. നമുക്ക് അറിയാം, ഒരു വർഷം മുമ്പായിരുന്നു അവിടെ ഒരു ആങ്കറായ പെൺകുട്ടിയെ പരസ്യമായ ഒരു പാർക്കിൽ വെച്ച് മതവിചാരണ ചെയ്തുകൊണ്ട് ഈ ഡ്രസ്സുകൾ വലിച്ചു കീറുന്ന മത തീവ്രവാദികളെ നമ്മൾ അവിടെ കണ്ടതാണ്. അപ്പോ അവിടെയും ജനം പൊറുതുവിട്ട് തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് പാക് അധിനിവേശ കാശ്മീരിൽ, അല്ലെങ്കിൽ ബലൂചിസ്ഥാനിലെ അയൽവക്കെ. അതായത് തീവ്രവാദത്തെ ഈ പറയുന്ന ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ തന്നെ വെറുത്തു തുടങ്ങിയിരിക്കും. കാരണം അവർക്ക് സ്വൈരമായി അത് പുറത്തിറങ്ങി സ്വസ്ഥമായിട്ട് നമുക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സ്വർഗമാണ് നമുക്ക് കിട്ടാൻ കഴിയുക? പുറത്തിറങ്ങി നമുക്ക് ശുദ്ധവായുവോ ഭക്ഷണമോ കിട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സ്വർഗമാണ് നമുക്ക് കിട്ടാൻ കഴിയുക? അപ്പം ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ അപകടം തിരിച്ചറിഞ്ഞ് അവരെ പുറത്താക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഇതിലൊക്കെ വളരെ ബുദ്ധിമാന്മാരായ രാജ്യങ്ങൾ GCC രാജ്യങ്ങളാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അവര് വളരെയായി തന്നെ ഒരു ചെറിയ തീവ്രവാദത്തിന്റെ ഒരാളെ പോലും ആ രാജ്യത്ത് കയറ്റാതെ സുരക്ഷിതമായിട്ട് ആ രാജ്യം കൊണ്ടുപോയി. സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള കടുത്ത മതനിയമങ്ങളിലൊക്കെ മുമ്പോട്ട് പോകേണ്ട രാജ്യങ്ങളല്ലേ UAE, സൗദി അറേബ്യയും ഒക്കെ. പക്ഷെ ഇന്ന് അവർ എത്രത്തോളം മാറിയിരിക്കുന്നു? സ്ത്രീകൾക്ക് അവർ ലൈസൻസ് കൊടുക്കും. കാരണം അവർ മുൻകൂട്ടി കാണുന്നു. അവർ കുറച്ചുകൂടെ വിവരവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭരണാധികാരികളാണ്. അവർ മുൻകൂട്ടി കാണുന്നു. കാരണം ഇതിങ്ങനെ അടിച്ചമർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ തളച്ചിടാൻ കഴിയില്ല. അവർ സ്ത്രീകൾക്ക്, സൗദി അറേബ്യ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തുകൊണ്ട് ഒരു വിപ്ലവത്തിന് തന്നെ തുടക്കം. അതിനുശേഷം എന്താണ്, മക്കയിലും മദീനയിലും അടക്കം പാർക്കുകൾ കൊണ്ടുവന്നു, സിനിമാ തിയേറ്ററുകൾ കൊണ്ടുവന്നു, അങ്ങനെ വലിയ പരിഷ്കാരം, ഫാഷൻ ഷോ നടത്തുന്നു. അവിടെ ഇറ്റലിയുടെ മെലോണി പോയത് തട്ടമിടാതെയാണ്. ഇതൊക്കെ ഒരു പുതിയ ലോകം അവർ സൃഷ്ടിച്ചിരിക്കുന്നു. UAE പണ്ടേ മാറിയിരിക്കുന്നു. ഖത്തർ പതുക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. അവരിപ്പോ വേൾഡ് കപ്പ് ഒക്കെ കൊണ്ടുവന്ന് അവർ മാറി തുടങ്ങി. അതായത് അവരെല്ലാം മനസ്സിൽ പുരോഗമനത്തിലേക്ക് ഒരു രാജ്യം മുൻപോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഈ തീവ്രവാദികൾ ചെയ്യുന്ന പണി എന്താണ്? രാജ്യത്തെ വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ശ്രമം. ഇതിനെതിരെ അവർ തന്നെ പ്രതികരിച്ചു തുടങ്ങുന്ന കാഴ്ചയാണ് ഈ റീസെന്റ്ലി നമ്മൾ കാണുന്നത്. യൂറോപ്പിൽ അവരെ അടിച്ച് പുറത്താക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ജനങ്ങൾ തന്നെ അവരെ തിരസ്കരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ തീവ്രവാദത്തിലേക്ക് പോകുന്ന ഒരു ചെറിയ ശതമാനം പേരേ ഉള്ളൂ എല്ലായിടത്തും. കാരണം അവരൊരു വലിയ ശതമാനത്തിലേക്ക് പോകുന്നത് എങ്ങനെ? അത് രണ്ട് തരത്തിലാണ് പോകുന്നത്. ഒന്ന്, ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവരെ കുറച്ച് പേരേനകത്ത് എത്തിക്കും. മറ്റൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ്. ഈ പലപ്പോഴും ഈ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളിൽ പോകുന്ന ബഹുഭൂരിപക്ഷം പേരും ഭീഷണിയുടെ പേരിലാണ് പോകുന്നത്. നിങ്ങളെ കൊന്നുകളയും, ഇല്ലെങ്കിൽ നിങ്ങളുടെ മകനെ തട്ടിക്കൊണ്ടുപോകും, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് തകർത്തുകളയും എന്ന് ഭീഷണിപ്പെടുത്തി നമ്മുടെ മതത്തിനെതിരാണെന്നുള്ള കള്ള പ്രചരണം നടത്തിയിട്ടാണ് ഈ വിഭാഗത്തെ കൊണ്ടുപോകുന്നത്. ഇവരത് സത്യമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് പതുക്കെ പതുക്കെ മാറുന്നത്. അതിന്റെ ഫലം നമ്മൾ ഇന്ത്യയെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മുത്തലാഖ് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ലഡ്ഡു വിതരണം നടത്തിയത്, ആഹ്ലാദ പ്രകടനം നടത്തിയത് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളായിരുന്നു. അക്കാലം അത്രയും അവർ ആ മനസ്സിൽ കാത്തു സൂക്ഷിച്ചൊരു കനലായിരുന്നത്. കാരണം ഈ മുത്തലാഖ് തങ്ങൾ ഏത് നിമിഷവും മൊഴിചൊല്ലാൻ പറ്റുന്ന ഒരു കാടത്ത നിയമം നരേന്ദ്രമോദി എടുത്തു കളഞ്ഞപ്പോഴായിരുന്നു അത് വലിയ സന്തോഷത്തോടെ അവർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത്. ഏക സിവിൽ കോഡ് വരുമ്പോൾ എനിക്ക് നേരിട്ടറിയാവുന്ന മുസ്ലിം സ്ത്രീകളുണ്ട്. അവർ പറയുന്നത് നല്ലൊരു നിയമമാണ് എന്നുള്ളത്. കാരണം ആ നിയമം വരുമ്പോൾ അവരുടെ പെൺകുട്ടികൾക്ക് കൂടി, അല്ലെങ്കിൽ ആ വിളിച്ച സ്ത്രീകൾക്ക് കൂടി ആനുകൂല്യ
തരമായ രീതിയിലേക്ക് ഈ സ്വത്ത് വിഭജിക്കപ്പെടുമല്ലോ എന്നൊരു സന്തോഷം അവർക്കുണ്ട്. അവരത് പരസ്യമായി പ്രകടിപ്പിക്കാനും യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ ഏക സിവിൽ കോഡ് വരുമ്പോൾ ഇന്ത്യയിൽ ഒരു ചുക്കും നടക്കത്തില്ല. കാരണം ഈ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പോപ്പുലർ ഫ്രണ്ടുകാരോ അല്ലെങ്കിൽ എസ് ഡി പി കാരൊക്കെ ചെറിയ പ്രതിഷേധം ഉണ്ടാക്കുന്നില്ല, അതിൽ കവിഞ്ഞ് ഒരു സംഭവം നടക്കത്തില്ല. കാരണം അതിന്റെ ബഹുഭൂരിപക്ഷം പേരും പെമ്മക്കളുള്ള രക്ഷകർത്താക്കളും സ്നേഹമുള്ള രക്ഷകർത്താക്കളും അതുപോലെ ഈ മുസ്ലിം സ്ത്രീ വിഭാഗങ്ങളും വലിയ രീതിയിൽ തന്നെ അതിനെ സ്വാഗതം ചെയ്യപ്പെടും എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ അവർ വലിയ രീതിയിൽ തന്നെ അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായി മറ്റുള്ളവരെ പോലെ ജീവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇതിനെ തടയിടുന്ന ഈ തീവ്രവാദികൾ അവർക്ക് ഇന്ന് ലോകത്തെമ്പാടും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവര് പിടിച്ചടക്കിയ രാജ്യങ്ങളിലൊന്നും അവർ ഈ പറഞ്ഞ കണക്ക് സ്വർഗരാജ്യം സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ വേറൊരു വകഭേദമായിരുന്നല്ലോ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ട് ഈജിപ്തില് ഭരണം പിടിച്ചത്. എന്നിട്ട് എന്തായി? തകർ തരിപ്പണമാക്കിയില്ല, കുട്ടിച്ചോറാക്കിയില്ല രാജ്യം. അവര് അധികാരം പിടിച്ച് ഏതെങ്കിലും രാജ്യത്ത് സ്വർഗം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം എന്താണ് ഇവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് എന്താണ് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് ചില പ്രദേശങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് എന്ന് പതുക്കെ പതുക്കെ ഈ വിഭാഗത്തിലുള്ള വലിയ വിഭാഗം ആളുകൾക്ക് മനസ്സിലായി. ഏതായാലും നമുക്ക് ഈ മതനിയമം അനുസരിച്ച് മുൻപോട്ട് ജീവിക്കുക എന്ന് പറഞ്ഞ ആധുനിക കാലഘട്ടത്തിൽ കഴിയില്ല. മതനിയമം അനുസരിച്ച് മുൻപോട്ട് ജീവിക്കണമെങ്കിൽ ആദ്യം നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് കടലിൽ കളയേണ്ടി വരും. കാരണം സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അത് ഈ മതനിയമം അനുസരിച്ച് തെറ്റാണ്, അല്ലെ? അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ തെറ്റാണ്. വിദ്യാഭ്യാസത്തിലേക്ക് പോകാൻ കഴിയില്ല, ആധുനിക ശാസ്ത്രവും സയൻസും കാര്യങ്ങളും പഠിക്കാൻ കഴിയില്ല. അപ്പൊ എന്താണ്, നമ്മൾ പ്രാകൃതമായ ഒരു ലോകത്തിലേക്ക് പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഒരു വലിയ വിഭാഗം അതിനെതിരാണ്. ഈ ഇന്ത്യയിൽ പോലും വലിയ വിഭാഗം അതിനെതിരാണ്. ഈ പോപ്പുലർ ഫ്രണ്ടുകാര് ശക്തമായിരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ആയിരുന്നില്ലല്ലോ അവരുടേത്. അപ്പം അങ്ങനെയല്ല. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വിഭാഗമുണ്ട്. അവർക്ക് ഒന്നുകിൽ അവര് ഈ രാജ്യത്തെ ശിഥിലമാക്കിക്കൊണ്ട് അവർ സ്വപ്നം, നമ്മൾ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എത്ര നാളായിട്ടുണ്ട് മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശ് അധികാരത്തിലേറിയിട്ട്? ഏറിപ്പോയ 8-9 മാസമേ ആയിട്ടുള്ളൂ. മുഹമ്മദ് യൂനുസിന് അധികാരത്തിലേറ്റതിന്റെ പിന്നിൽ നിന്ന് കളിച്ചത് മുഴുവൻ ജമാഅത്ത് ഇസ്ലാമിയാണ്. അവരുടെ ഐഡിയോളജിയിൽ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് കൊണ്ടുവന്നാണ്. ഇപ്പൊ എന്തായി? ആ രാജ്യം കുട്ടിച്ചോറായില്ലേ, അരാജകത്വമായില്ലേ? അവർക്കെതിരെ തന്നെ അവിടുത്തെ ജനം സംഘടിച്ച് തെരുവിലിറങ്ങുന്ന സ്ഥിതിയിലേക്ക് വന്നില്ലേ? പാകിസ്ഥാനിൽ ജമാഅത്ത് ഇസ്ലാമി ആ നിയമങ്ങളാണ് അപ്പാടെ വെട്ടുപിഴുകിക്കൊണ്ട് ഭരണം നടത്തിക്കൊണ്ട് അവിടെ പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടുകയല്ലേ? അവിടെ മൊത്തം കലാപ കലുഷിതമായില്ലേ? എല്ലായിടത്തും ഇത് തന്നെയാണ്. ഇത്രയും നാളും ഈ അയത്തുള്ള ഖൊമൈനിയുടെ ഒക്കെ കർശനമായ മതനിയമത്തിൽ ഒതുങ്ങി കഴിഞ്ഞവരൊക്കെ പരസ്യമായിട്ട് തെരുവിലിറങ്ങാൻ തുടങ്ങി. 10-500 പേരാണ് ആ ഹിജാബ് വിഷയത്തിൽ കൊല്ലപ്പെട്ടത്, സ്ത്രീകളടക്കം കൊല്ലപ്പെട്ടത്. അവരെല്ലാം തെരുവിലിറങ്ങി. അതുകൊണ്ടാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നത് അധികം വൈകില്ല അവിടുന്ന് ഖമേനിയൊക്കെ പോകും. കാരണം എല്ലാവരും അഡ്വാൻസ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം നമുക്ക് മുൻപോട്ട് പോകണം, അല്ലെ? നമ്മൾ നമ്മുടെ ഈ രാജ്യത്തിരുന്നുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട് നമുക്ക് നല്ല ഹൈവേ വേണം, പെട്രോളിന്റെ വില കൂടുമ്പോൾ നമുക്ക് ടെൻഷനാണ്. അപ്പം പെട്രോൾ പോലും കിട്ടാത്ത, അരി പോലും കിട്ടാത്ത രാജ്യങ്ങളാണ് ഈ അഫ്ഗാനിസ്ഥാനും ഈ പാകിസ്ഥാനിലേക്ക് പാലിന് പോലും തീ പിടിച്ച വില. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഇതേപോലുള്ള കാടത്ത ഭരണവും നിയമങ്ങളും കൊണ്ടാണ്. അപ്പൊ അതിനെതിരെ ഒരു പ്രതിഷേധം ലോകത്തെമ്പാടും ഉയർന്നു വരുന്നത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. ഏതായാലും പാലസ്തീനിലെ രണ്ട് വശങ്ങളുണ്ട്. ധനുഷ് പറഞ്ഞ കണക്ക് ഒരു വശം അതിനകത്ത് ഉണ്ടാകാം. അതായത് ഹമാസിനെ കൊണ്ട് വടക്കൻ ഗസയിൽ നിന്ന് നിങ്ങൾ പോരൂ, കാരണം 23 ലക്ഷം പേരുണ്ട് ഗസയിൽ മാത്രം പലസ്തീനികൾ. അപ്പൊ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ ഇസ്രായേലുകാർ വന്ന് ബോംബിടുന്ന ഹമാസുകാരുടെ കേന്ദ്രങ്ങളിൽ മാത്രമല്ല, അവന്മാർ എങ്ങോട്ടെങ്കിലും ഒക്കെ വാരി വലിച്ചിട്ടാ പോകുന്നത്. കാരണം കുട്ടികളടക്കമുള്ള ഒരു ബഹുഭൂരിപക്ഷം നിരപരാധികൾ ഇതിനകത്ത് പലയിടത്തും കൊല്ലപ്പെടുന്നുണ്ട്. ഇറാഖിലായാലും സിറിയയിലായാലും ഒക്കെ കൊല്ലപ്പെടുന്ന ഈ നിരപരാധികൾ ഒരിക്കൽ അവരുടെ ഒരു ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു കഴിയുമ്പോൾ അവർ തെരുവിലിറങ്ങും എന്നുള്ളത് ഒരു സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. സ്വാഭാവികമായി തെരുവിലിറങ്ങും. ഏത് ഒരു പാവപ്പെട്ടവനാണെങ്കിലും അവർ കുറെ നാളൊക്കെ എല്ലാ പീഡനങ്ങളും സഹിക്കും, പിന്നെ അവനത് സ്വാഭാവികമായി റിയാക്ട് ചെയ്തു തുടങ്ങും. അതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അതായത് ലോകത്തെമ്പാടും ഈ തീവ്രവാദത്തിന് തിരിച്ചടി നേരിടുന്നു, ഈ എന്താ പറയുക, ഈ മതഭ്രാന്തന്മാർക്ക് തിരിച്ചടി നേരിടുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് സമീപകാലത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം അതിന് വലിയ ഭാവിയില്ല. കാരണം ഈ കടുത്ത മതനിയമങ്ങൾ കൊണ്ടുപോയിട്ട് അത് ഫ്യൂച്ചറിസ്റ്റ് അല്ല മതനിയമങ്ങൾ. അത് നമുക്ക് ആ ആചാരങ്ങൾ പരമായും പാലിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതല്ലാതെ ഓരോരുത്തരും മതനിയമങ്ങൾ, ഇപ്പൊ ഹിന്ദുവിന്റെ ആചാരങ്ങൾ മുഴുവൻ പാലിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? നമ്മളൊക്കെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എഴുന്നേക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക്. അപ്പൊ അങ്ങനെയൊക്കെ എഴുന്നേക്കുക, അല്ലെങ്കിൽ അതിന്റെ പൂജാവിധികളോട് മുമ്പോട്ട് പോവുക, ഇല്ല ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക. കടൽ കടന്നു പോകാൻ ബ്രാഹ്മണ സമൂഹത്തിന് മുൻപ് അവരുടെ ആചാരപ്രകാരം കടൽ കടന്നു പോയി കഴിഞ്ഞാൽ ഇതാണ് ഇതായിട്ട് പ്രഖ്യാപിക്കും. ഇപ്പൊ അതുപോലെ നടക്കുവോ? പഠിത്തം കഴിയാൻ നോക്കിയിരിക്കുക ലണ്ടനിലോ കാനഡയിലോ അമേരിക്കയിലോ പോകാനായിട്ട്. അപ്പം അതൊന്നും പുതിയ കാലഘട്ടത്തിൽ നടക്കില്ല. ഇതിലൊക്കെ വലിയ കൗതുകം എന്ന് വെച്ചാൽ ഇപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സമൂഹമായി ലോകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് തന്നെ ഉണ്ടാക്കിയെടുത്തൊരു ജൂതനാണ്. അപ്പം നമുക്ക് ഈ സമൂഹം കണക്ട് ചെയ്ത് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ. അപ്പം അവരുടെ ആളുകൾ തന്നെ, അതായത് അവർ മുൻപോട്ട് ആട്ടിത്തെളിക്കാൻ ശ്രമിക്കുന്ന
ആ ഒരു വിഭാഗം, അതായത് മുസ്ലിം വിഭാഗം തന്നെ അവർക്കെതിരെ തിരിയുന്ന കാഴ്ചകളാണ് ലോകത്തെമ്പാടും നിന്ന് കാണാൻ കഴിയുന്നത്. അതൊരു ഉം, നല്ല കാര്യം തന്നെയാണ്. കാരണം അതിനെ തുരത്തി എറിയേണ്ടത് ആ സമൂഹത്തിൽ തന്നെ ഉള്ളവരാണ്, അല്ലാതെ പുറത്തു നിന്നല്ല. ഉം, ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ചെയ്യുന്ന പണി, ഇന്ത്യയിലടക്കം ഇവർ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഹിന്ദു സംഘടനകളെയും മറ്റും കയറി ചൊറിയും, അവർ ഉം, തിരിച്ചടിക്കും. ഇസ്രായേലിലാണെങ്കിൽ ഇസ്രായേലിനെ കയറി ചൊറിയും, അവർ തിരിച്ചടിക്കും. ധനുഷ് നേരത്തെ പറഞ്ഞു എരവാദം മുഴക്കുക. എരവാദം മുഴക്കിട്ടത് നമ്മളെ മുഴുവനന്മാർ ഇപ്പൊ കൊന്നെടുക്കും, അതുകൊണ്ട് എല്ലാവരും കൂടെ സംഘടിച്ചു, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, നമുക്ക് പൊളിച്ചെടുക്കണം എന്ന് പറഞ്ഞ് ഈ പാവങ്ങളെ കുറച്ച് പേര് അതിൽ ചാടിക്കും, വരാത്ത പാവങ്ങളെ ഭീഷണിപ്പെടുത്തും. ഇതൊക്കെയാണ് ഈ കാലാകാലങ്ങളിൽ ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനെതിരെ ഇപ്പം ഉം, അതിനകത്ത് നിന്ന് തന്നെ ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങിയിരിക്കുന്നു. വലിയ രീതിയിൽ തന്നെ ഉം. പ്രതിഷേധം ഉയരാൻ തുടങ്ങിയിരിക്കുന്നു. ഈ മുമ്പ് നമ്മുടെ ഇവിടൊക്കെ ഈ പോളിയോ വാക്സിൻ പോലുള്ള സാധനങ്ങൾ കൊടുക്കാൻ പോലും ഈ ചില മതതീവ്രവാദ സംഘടന അനുവദിക്കത്തില്ലായിരുന്നു. ഇപ്പൊ അതൊന്നും ആരും ഉം. കേൾക്കാറൊന്നുമില്ല. അവര് പറയുമ്പോൾ പണി നോക്കാൻ പറയും. കാരണം നമുക്ക് നമ്മുടെ കുടുംബമാണ് വലുതെന്ന് ഓരോ എന്റെ മനുഷ്യരും അങ്ങനെ തന്നെ പൊന്നു ചിന്തിക്കുന്നത്. ചേട്ടാ, ഈ പോളിയോ വാക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. നമ്മുടെ നാട്ടില്, നമ്മുടെ കേരളത്തില് വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകളെ ആദരിക്കുന്ന ഒരു പരിപാടിയുടെ ഒരു ക്ലിപ്പ് ഇപ്പൊ കറങ്ങി നടപ്പുണ്ട്. കണ്ടായിരുന്നു അത്? അതായത് ഈ ഇല്ല വീട്ടിൽ ഇല്ല. പ്രസവം നടത്തിയ സ്ത്രീകളെ ആദരിക്കുകയാണ് വിളിച്ച്. ആദരിക്കുന്ന ഒരു ക്ലിപ്പ് ഇപ്പോ അതിഭീകരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനമില്ലേ? നമ്മുടെ നാട്ടിൽ എന്താണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ? നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ലേ എന്നുള്ള കാര്യം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ഒരു വാർത്ത പുറത്തു വന്നത്, ഏഷ്യാനെറ്റ് അടക്കം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത വന്നിരുന്നത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഒരു കുട്ടിക്ക്, ആ കുട്ടി ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ജനിച്ചിട്ട് ആ കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത്? അതായത് ഇവർ ആശുപത്രിയിൽ പോയിട്ടില്ല, ഇവർ വീട്ടിലാണ് പ്രസവം നടത്തിയത്. അപ്പൊ ആ കുട്ടിയുടെ വാക്സിൻ എടുക്കാൻ താല്പര്യമില്ല അവർക്ക്. അവർ പറയാണ് വാക്സിൻ ഒന്നും എടുക്കാൻ നമുക്ക് താല്പര്യമില്ല എന്ന് പറയാണ്. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യാവകാശ കമ്മീഷനെ കൊണ്ട് പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് വീട്ടിൽ എങ്ങനെയാണ് പ്രസവം എടുത്തത്? അപ്പൊ ഭർത്താവ് പറയുന്നത്, അയാള് മനസ്സിലായി ഇത് പ്രശ്നമാണ് എന്ന് മനസ്സിലായിട്ട് അയാൾ പറയുന്നത്, അതവർക്ക് പെയിൻ വന്നപ്പോ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ വീട്ടില്, ഇപ്പൊ ജഗതി പറയുമ്പോൾ ഞാൻ വിശ്വസിച്ച് എന്ന് ജനങ്ങൾ അത് കേട്ട് മനസ്സിലാക്കണം. പെയിൻ വന്നപ്പോ പെട്ടെന്ന് അങ്ങ് പ്രസവിച്ചു പോയി. അപ്പൊ പറഞ്ഞു, എന്നിട്ട് ഈ പൊക്കിൾ കൊടിയൊക്കെ അത് ഞാൻ തന്നെ അങ്ങ് അറുത്ത് മാറ്റി. അപ്പൊ എങ്ങനെ അറുത്ത് മാറ്റി? അത് പുറത്തുനിന്ന് ഒരു ബ്ലേഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ അങ്ങ് അറുത്ത് മാറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പം താഴെ വരുന്ന കമന്റ്, ഇത്രയും നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ എങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടാക്കും. എന്തിനാ നിങ്ങൾ ഈ ഭരണകൂടത്തെ ഇതൊക്കെ സമീപിക്കുന്നത്? നിങ്ങൾ തന്നെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിക്കൂടെ എന്നാണ് ഇവരെല്ലാം പ്രധാനമായിട്ട് ചോദിക്കുന്നത്. അത് സത്യവുമാണ്. അപ്പോ സമാനമായ രീതിയിൽ ഒരു വിഷ്വല് ഇപ്പൊ പ്രചരിക്കുന്നുണ്ട്. അതായത് വീട്ടില് ഇവര് പ്രസവം നടത്തിയ സ്ത്രീകളെ വിളിച്ചാരാ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാണ്, എന്താണ്, അവരെ അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുന്നു. അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. ഞാൻ ആ വീഡിയോ തപ്പുന്ന ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചേനെ, പക്ഷെ എനിക്കത് കിട്ടുന്നില്ല. ഇത് സമൂഹ മാധ്യമങ്ങളിൽ. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്? അപ്പൊ ഓരോ സ്ഥലത്ത് ഭീകരവാദത്തിനെതിരെ സ്ത്രീകളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരൊക്കെ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ നാട് നേരെ തിരിച്ച് ഇപ്പൊ എന്താ 7-ാം നൂറ്റാണ്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞപ്പോ ഞാൻ നമുക്ക് പറഞ്ഞെന്നുള്ളൂ പ്രശ്നമില്ല, കേട്ടോ. കാരണം നമ്മളീ നമ്പർ 1 ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, ഞാനൊരു അതെ. കാര്യം ചോദിക്കട്ടെ, ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ ഈ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ PC ജോർജിനെതിരെ ഇവിടെ കേസെടുത്തു. ഈ മോഹൻലാല് മമ്മൂട്ടിക്ക് വഴിപാട് നടത്തിയല്ലോ, മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തി. അപ്പോ PC ജോർജ് വന്ന് ചുമ്മാ പറയുകയാണ്, എന്തിനാണ് മോഹൻലാൽ ഇങ്ങനെ വഴിപാട് നടത്താനൊക്കെ പോകുന്നത്, അയാൾ ഒരു മുസ്ലിം അല്ലേ എന്ന് PC ജോർജ് പറഞ്ഞ കേസെടുത്തേനെ. പക്ഷേ ഇവിടെ അബ്ദുള്ളയെ സമസ്തയടക്കം മമ്മൂട്ടിയുടെ അറിവോടുകൂടെയാണ് ഇത് നടത്തിയതെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് നോർമലാണ്, ചർച്ചയില്ല, ഒരു കാര്യങ്ങളുമില്ല, വളരെ നോർമലായിട്ട് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇവിടെ ഒരു വേറെ ഏതെങ്കിലും ഒരു മതസ്ഥരുടെ ഒരു കുടുംബത്തിലാണ് വീട്ടിൽ കിടന്ന് പ്രസവിച്ചത് എന്ന് വല്ലതും പറയുകയാണെങ്കിൽ സാംസ്കാരിക നായകന്മാര് പഴയ ജാതീയതയുടെ മറ്റേ സംഭവങ്ങൾ പൊക്കിക്കൊണ്ടുവരും. യവന്മാര് മറ്റേ മതവുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടും, മതവുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ പോലും. അവന്റെ വിദ്യാഭ്യാസം, അവൻ സംഖ്യയാണെന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ അവനെ വേറെ തലത്തിലോട്ട് കൊണ്ടുവരും. നരേന്ദ്രമോദി വരെ തെറി വിളിച്ച് ഒരു വലിയ സാമൂഹിക വിഷയമാക്കി വേണമെങ്കിൽ ഒരു പ്രസവ മേള തന്നെ അവന്മാര് നടത്തിയേനെ ഇവിടെ. ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനെ ഇപ്പുറത്തെ സൈഡില് അതിഭീകരമായിട്ട് ഒരു സംഭവം ഇങ്ങനെ, അത് സ്ത്രീകൾക്കും പ്രശ്നമില്ല, എന്റെ ചോയ്സ് ആണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതിനെതിരെ നടപടി പോലും ഇല്ല എന്നുള്ളതാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പക്ഷെ പറയുന്നത്. അതിനകത്ത് വേറൊരു രസത്തിൽ അവിടെ ഈ കുട്ടിക്കോ തള്ളക്കോ എന്തെങ്കിലും ആ പ്രസവത്തോട് സംബന്ധിച്ച കൊലക്കേസാവും അത്. പിന്നല്ലേ.
ആണത്. അങ്ങനെ ആയിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് 3 പ്രസവം നടത്തി, അല്ല 4 പ്രസവം നടത്തി, 5ാമത്തെ പ്രസവം വീട്ടിൽ നടത്തിയപ്പോൾ ഒരു സ്ത്രീ മരിച്ചു. അത് വലിയ വിഷയമായി, അത് വലിയൊരു വാർത്തയായിരുന്നു. പേര് ഞാൻ മറന്നുപോയി അവരുടെ. അത് വലിയൊരു വാർത്തയായിരുന്നു. അത് ഭർത്താവ് വിടുന്നില്ല അത്ര. ആ സ്ത്രീക്ക് ആഗ്രഹമുണ്ട് ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കണമെന്ന്, പക്ഷെ ഭർത്താവ് വിടുന്നില്ല. അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ ഈ ഉസ്താദുമാരുടെയൊക്കെ ചില പ്രസംഗങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. പഴയതൊക്കെയാണ്, ഇപ്പോഴും തകർത്തു ഓടുന്നുണ്ട് അത് പല ഗ്രൂപ്പുകളിലും കാര്യങ്ങളും ഒക്കെ. ഇവന്മാര് ഇതിനകത്ത് പറയുന്നത് ഒരു സ്ത്രീയുടെ ഔറത്ത് അന്യപുരുഷന്മാര് കാണാൻ പാടില്ല എന്നുള്ളതാണ്. അന്യപുരുഷന്മാര് കാണാൻ പാടില്ല. അതുകൊണ്ട് വേറെ ചില ബുദ്ധിയുള്ള ഉസ്താദന്മാരുണ്ട്. അവര് പറയുന്നത് നമ്മുടെ സമുദായത്തിൽ നിന്ന് കൂടുതൽ ഡോക്ടർമാര്, സ്ത്രീ ഡോക്ടർമാരുണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. അതാകുമ്പോ കുഴപ്പമില്ല. എങ്കിൽ പിന്നെ ശരി, അങ്ങനെയൊക്കെ നിങ്ങളിപ്പോ എങ്ങനെ ആയിക്കോ, നിങ്ങളെ സമുദായത്തിൽ നിന്ന് കൂടുതൽ സ്ത്രീ ഡോക്ടർമാരുണ്ടായി സന്തോഷം, നമുക്കെല്ലാം സന്തോഷമുള്ള കാര്യം മാത്രം. സ്ത്രീ ഡോക്ടർമാരുണ്ടായിക്കോട്ടെ. അങ്ങനെയെങ്കിൽ ഈ പെണ്ണുങ്ങളെ ഒന്നും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് നിങ്ങൾ കൊണ്ടുപോകും. കാരണം ഈ വീട്ടിൽ കിടന്ന് പ്രസവിക്കുമ്പോ അതിന്റെ ഒരു എന്താണ്, ഒരു 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 ഇതുണ്ടല്ലോ, കാഷ്വാലിറ്റി ഉണ്ടല്ലോ, അത് അതിഭീകരമാണ്. ഈ ഒരു ഉസ്താദിന്റെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രസംഗം, അയാൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് ആട് പെറുന്നു, ആന പെറുന്നു, ഇതൊക്കെ ആശുപത്രി പോയിട്ടുണ്ട് എന്നാണ് പുള്ളി ജസ്റ്റിഫൈ ചെയ്യുന്നത്. അല്ല, ഞാൻ ഈ നമ്മുടെ നാട്ടിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. 100% ലിറ്ററസി ആണല്ലോ, അതുകൊണ്ട് ഇതൊന്നും നമുക്ക് കാര്യമാക്കണ്ട. പക്ഷെ അതിന് നടപടി എടുക്കാത്തത് കൊണ്ടാണ്. പക്ഷെ അത് വലിയ വിഷയമാണത്. കാരണം ഇത് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാലേ ഇത്, പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ജനിക്കുന്ന കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടേ, ഈ കുട്ടിക്ക് മുമ്പോട്ട് ജീവിക്കണ്ടേ, റേഷൻ കാർഡിൽ പേര് വേണ്ടേ, അതുപോലെ തന്നെ നാളെ ഒരു മൊബൈൽ ഫോൺ എടുക്കണമെങ്കിൽ, മൊബൈൽ നമ്പർ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ആധാർ കാർഡ് വേണ്ടേ, അപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നടക്കും. എന്താണെങ്കിലും ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രാന്തന്മാരാണ് കിടക്കുന്ന കുറച്ചധികം പേര്. പുറത്തെണ്ണം മയക്കുമരുന്ന് അടിച്ച് നടക്കുന്നു, പുറത്തെണ്ണം പ്രാന്തന്മാര് നടക്കുന്നു. അതായത് അങ്ങനെ മൊത്തത്തില് ഒരു ചളമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇങ്ങനെ നമ്മുടെ നാട് മുന്നിലോട്ട് പോകുന്നത്. എന്തായാലും ഇവിടെയാണ് മനുഷ്യ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്ത വിഷയത്തിന് പ്രസക്തി. പലസ്തീനിൽ ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ ഇതിനൊക്കെയുള്ള മതപ്രാന്തന്മാരെ അടിച്ച് അവിടുത്തെ ജനം തന്നെ പുറത്താക്കുമ്പോഴാണ് ഈ പ്രബുദ്ധരായ നമ്മുടെ ഈ ഇന്ത്യയിലും ഒക്കെ ഇരുന്ന് പലരും പല പത്തോളും മറ്റൊക്കെ പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യണം. നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല. പിന്നെ എന്താ പറയുക, വിദ്യാഭ്യാസം കൊണ്ട് തന്നെ ഉയരുക, സാങ്കേതികതത്തിലൊക്കെ വളരെ ഉയർന്നു മുമ്പോട്ട് പോയാൽ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ എന്നും പിന്നാക്കാവസ്ഥയിൽ തന്നെ ആയിരിക്കും. ഈ പിന്നാക്കാവസ്ഥയിൽ കിടന്നിട്ട് ഞങ്ങൾ എന്നും പിന്നാക്കമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുന്നോക്കമാകാൻ വേണ്ടത് എന്താണ്? പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പണമൊന്നും തരില്ല നമ്മുടെ കയ്യിൽ. നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പൊ അതിനുള്ള എന്താ കഴിവ് ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ കഴിവ് ആർജിക്കാൻ ഇവർ വിടില്ല. ഇവർ ഇതിനുള്ള കടുത്ത നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരെ പിന്നാക്കം തട്ടും. എന്നിട്ട് പറയും, ഞങ്ങളുടെ ആരെങ്കിലും ഉണ്ടോ ഇന്നിടത്ത്, ഞങ്ങളുടെ ആരെങ്കിലും ഉണ്ടോ ഇന്നിടത്ത് എന്ന് ചോദിക്കും ഇവര്. അതിനെ നിങ്ങൾ പഠിക്കാൻ വിടുക, അവർ പഠിക്കട്ടെ, അവർ നല്ല നിലയിൽ പോകട്ടെ. അത് സമ്മതിക്കത്തുമില്ല. മുമ്പ് ഇത് CPM-മാർക്കായിരുന്നു ഈ അസുഖം. കാരണം അവരാരെയും ഇതിനെ മുമ്പോട്ട് വളരാൻ അനുവദിക്കില്ല. കാരണം ഇതിനൊക്കെ കുറെ അടിമകൾ ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയം മുമ്പോട്ട് നിൽക്കത്തുള്ളായിരുന്നു. ഇപ്പൊ ഇങ്ങനെയും കൂടാണ്, എല്ലാം കണക്കാണ്. എന്തായാലും ഭീകരവാദത്തിന്റെ അടിവേര് അറുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പല രാജ്യത്തുനിന്ന് പുറത്തു വരുന്നു. അതും ഇസ്ലാമികമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഉള്ള രാജ്യങ്ങളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫലസ്തീനികൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. 2 രീതിയിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. അതായത് ഇവരുടെ ഒരു നിലപാടിൽ എത്രത്തോളം ഒരു ആത്മാർത്ഥതയുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് പല ആൾക്കാരും ഉയർത്തുന്നത്. എനിക്ക് സമാനമായിട്ടുള്ള ചോദ്യം തന്നെയാണ് ഉള്ളത്. വളരെ ആത്മാർത്ഥമായിട്ടാണ് എന്നുണ്ടെങ്കിൽ ഫലസ്തീനിലൊരു പുരോഗമന സമൂഹം ജനിക്കട്ടെ എന്നുള്ള ഒരു അജണ്ടയിലാണ് അവർ മുന്നോട്ടിറങ്ങുന്നതെങ്കിൽ അവർക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ല. പിന്നെ അപ്പോൾ ഉള്ള ബാക്കി കാര്യം ഇസ്രായേൽ നോക്കിക്കോളൂ. എന്തായാലും താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.